ശ്രീ ആർ വി ബാബു, ഇന്നും അദ്ദേഹം ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അതിലൊരു തെറ്റുമില്ല എന്നാണ് പറയുന്നത്. ഇതുവരെയായിട്ടും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, പറഞ്ഞത് വലിയ അബദ്ധമാണ് എന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ശ്രീ 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 ആർ വി ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇത് പിണറായി വിജയൻ തുടങ്ങി വെച്ച പ്രചരണമല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പ്രചരണം പിണറായി വിജയൻ തുടർന്നു കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നമ്പൂതിരിപ്പാട് നടത്തിയിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അപകസിച്ചുകൊണ്ട് നമ്പൂതിരിപ്പാട് നടത്തിയിട്ടുള്ള രചനകൾ പേജ് സഹിതം എടുത്ത് പറഞ്ഞത്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഗുരുദേവനോടും ഗുരുദേവന്റെ സിദ്ധാന്തങ്ങളോടും ദർശനങ്ങളോടുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് അവർ സമീപിച്ചിരുന്നത് എന്നതിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോ ശ്രീ സേനാപതി വേണു പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ അതിനോട് പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം വി മുരളീധരൻ ഈ വിഷയത്തിൽ നടത്തിയ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വി മുരളീധരൻ പറയുന്ന പോലെയുള്ള സനാതന ധർമ്മത്തെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഈ ആനുകാലികമായിട്ട് ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ജാതി വ്യവസ്ഥയെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ലെന്നോ ജാതിയുടെ പേരിൽ വിവേചനം ഉണ്ടായിരുന്നില്ലെന്നോ ആരും പറഞ്ഞിട്ടില്ല. ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഗുരുദേവന് ആ പ്രവർത്തനം നടത്തേണ്ടി വന്നത്. ഇപ്പോ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണന് ജന്മം എടുക്കേണ്ടി വന്നത്? കംസൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. കംസനെ പ്രതിനിധീകരിക്കുന്ന അധർമ്മമോ ഇല്ലായിരുന്നു എങ്കിൽ ശ്രീകൃഷ്ണന് ജന്മം എടുക്കേണ്ടി വരുമായിരുന്നില്ല, ശ്രീരാമന് ജന്മം എടുക്കേണ്ടി വരുമായിരുന്നില്ല. അപ്പോ ആ കാലഘട്ടത്തിൽ ഗുരുദേവന് ആ പ്രവർത്തനം നടത്തേണ്ടി വന്നത് ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നു. ധർമ്മത്തിന് ക്ഷയം സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും എന്ന്. അപ്പൊ ധർമ്മത്തിന് ക്ഷയം, സനാതന ധർമ്മത്തിന് ക്ഷയം സംഭവിച്ച ഒരു കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ജീവിച്ചത്. ആ കാലഘട്ടത്തിൽ ഗുരുദേവൻ സനാതന ധർമ്മത്തെ ഉദ്ധരിക്കാൻ സ്വീകരിച്ച മാർഗങ്ങൾ, ഗുരുദേവൻ ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രവർത്തകന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാര്, അവര് 3 കാര്യങ്ങളിൽ വളരെ അടിസ്ഥാനപരമായി ശ്രദ്ധിച്ചിരുന്നു സേനാപതി വേണു. ഒന്ന്, ആധ്യാത്മികതയായിരുന്നു അവരുടെ അടിത്തറ. സനാതന ധർമ്മത്തിൽ ഊന്നിയ ആധ്യാത്മികത തന്നെയായിരുന്നു അവരുടെ അടിത്തറ. അതുകൊണ്ട് ഗുരുദേവന്റെ പ്രവർത്തികൾ ഇവിടെ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു, ഒട്ടനവധി, ഞാനത് ആവർത്തിക്കേണ്ടതില്ല. 2, ഇവരെല്ലാവരും മതം മാറ്റത്തിനെതിരായിരുന്നു എന്നുള്ളതാണ്. ഗുരുദേവൻ മതം മാറ്റത്തിനെതിരെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഗുരുദേവൻ ഏത് സാഹചര്യത്തിൽ പറഞ്ഞതാണ്? ഇപ്പൊ നേരത്തെ ഞാനിവിടെ ഗുരുദേവന്റെ പള്ളാതുരുത്തി പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞു, മതം മാറ്റം ആവശ്യമില്ല എന്ന് ഗുരുദേവൻ ഒരു തവണയല്ല പലതവണ പറഞ്ഞു. മതം മാറ്റം തെറ്റാണ്, മതം മാറ്റം കൊണ്ടൊരു പ്രയോജനമില്ല. ഗാന്ധിജിയുമായിട്ടുള്ള 1924 വർക്കലയിൽ നടത്തിയ സംഭാഷണത്തിൽ പോലും ഗുരുദേവൻ അത് പറഞ്ഞു, മതം മാറുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് കുമാരനാശാന്റെ മതപരിവർത്തന രസവാദം എന്ന കൃതിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്? ചിലര്, ഗുരുദേവന്റെ തന്നെ ഭക്തന്മാരായിട്ടുള്ള ചിലര് മതം മാറാൻ തയ്യാറായിട്ട് വന്ന സമയത്ത് കുമാരനാശാൻ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു ഗുരു. കുമാരനാശാന്റെ അഭിപ്രായം മതം മാറേണ്ടതില്ല, ഈ മതത്തിൽ നിന്നുകൊണ്ട് മതത്തെ പരിഷ്കരിക്കുകയാണ് വേണ്ടത് എന്ന്. കുമാരന്റെ അഭിപ്രായം തന്നെയാണ് തന്റെ അഭിപ്രായം എന്ന് ഗുരുദേവൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുമാരനാശാൻ മതപരിവർത്തന രസവാദം എന്ന കൃതി തന്നെ എഴുതിയത്. ഗുരുദേവന്റെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ആ കൃതി ഉണ്ടാവുന്നത്. ഗുരുദേവന്റെ പൂർണ്ണമായ അറിവും സമ്മതത്തോടും കൂടിയാണ് ദുരവസ്ഥ എന്ന കൃതി ഉണ്ടാവുന്നത്. ഇതെല്ലാം മതം മാറ്റത്തിനെതിരായി, മതധ്വംസനത്തിനെതിരായിട്ടുള്ള ഗുരുദേവന്റെ പ്രവൃത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ 2 കാര്യങ്ങൾ, അതായത് ആധ്യാത്മികതയിലും മതം മാറ്റത്തിനും എതിരായിട്ട്, മാത്രമല്ല ഹിന്ദു ഏകീകരണം, ഈ ആചാര്യന്മാരുടെ മുഴുവൻ ലക്ഷ്യം ജാതിക്ക് അതീതമായി ഹിന്ദു സമൂഹം ഒരുമിക്കണം, ജാതിക്ക് അതീതമായി ഹിന്ദുക്കൾക്ക് ഒരുമിക്കാൻ സാധിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് ഇവരുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു, യാതൊരു സംശയമില്ലാതെ. അപ്പോ ഹിന്ദു ഏകീകരണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണോ അതെല്ലാം ഇല്ലാതെയാകണം. ഇതായിരുന്നു ഈ ആചാര്യന്മാരുടെ മുഴുവൻ ലക്ഷ്യം. അപ്പോ ഹിന്ദു ഏകീകരണം, അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ആധ്യാത്മികത, അതിന് ധ്വംസിക്കുന്ന തരത്തിലുള്ള മതം മാറ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതാവുക, ഈ കാര്യങ്ങളിൽ നിലയുറപ്പിച്ചുകൊണ്ടാണ് ഈ ആധ്യാത്മിക ആചാര്യന്മാര് മുഴുവൻ പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ ജാതി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ജാതി ഹൈന്ദവ ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ ഭാഗമേ ആയിരുന്നില്ല. ഇപ്പോ ഈ പറയുന്ന മാമൂൽ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഈ അധപതനം ഉണ്ടായത്. മാമൂൽ കൺവെൻഷണൽ കാലഘട്ടം എന്ന് പറയും. അതിനെ കൺവെൻഷണൽ കാലഘട്ടം എന്ന് വിളിച്ചത് ഞാനല്ല.
മഹർഷി അരവിന്ദൻ ഹ്യൂമൻ സൈക്കിൾ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ ഹ്യൂമൻ സൈക്കിളിലാണ് ഈ ഓരോ കാലഘട്ടവും എങ്ങനെ ഉരുത്തിരിയുന്നു എന്ന് പറയുന്നത്. വേദകാലഘട്ടത്തിൽ ഈ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. വേദകാലത്ത് യാഗത്തിന്റെ അധികാരിമാരായിട്ട് പഞ്ചമന്മാർക്ക് വരെ യാഗത്തിന് അധികാരം ഉണ്ടായിരുന്നു എന്ന് ഋഗ്വേദം പറയുന്നു. പഞ്ചമന്മാർ വരെ അഗ്നി ഋഷി പാവമാന പാഞ്ചജന്യ പുരോഹിത, അതായത് അഗ്നിയെ പുരോഹിതനായിട്ട് യാഗത്തിന്റെ പുരോഹിതൻ അഗ്നിയാണ്. അപ്പോ അഗ്നിയെ പുരോഹിതനായിട്ട് സ്വീകരിച്ചുകൊണ്ട് യാഗം ചെയ്യാൻ 5 പേർക്കും, 5 പേരാരാണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ പഞ്ചമർ, അതായത് കാട്ടാളൻ. ഇവർക്കെല്ലാം യാഗം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു എന്നാണ് യാസ്കന്റെ നിരുക്തം അത് കൃത്യമായിട്ട് ആ 5 പേര് ആരാണെന്ന് വിവരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വേദകാലഘട്ടത്തിൽ എല്ലാവർക്കും യാഗം ചെയ്യാനുള്ള, വേദാധികാരം നടത്താനുള്ള, വേദം പഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നാണ്. ഇത് മാത്രമല്ല, ശൂദ്രന്മാരെ നമസ്കരിക്കുന്ന, ഇപ്പൊ യജുർവേദത്തിൽ പറയുകയാണ്, നമസ്തക്ഷേഭ്യോ തഥകാരേഭ്യോ നമ, നമ കുലാലേഭ്യ കർമ്മരേഭ്യോ നമ, നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേശ്യോ നമ, നമ ഇഷ്യാഗുഭ്യോ ധനകൃദ്ഭ്യോ നവോ നമ, നമോ മൃഗയുഭ്യശ്ച ശുനിഭ്യശ്ചവോ നമ. എന്ന് വെച്ചാൽ ആചാര്യമാർക്കും തേരുണ്ടാക്കുന്നവർക്കും ഞങ്ങളുടെ നമസ്കാരം, കുശവന്മാർക്കും കൊല്ലന്മാർക്കും ഞങ്ങളുടെ നമസ്കാരം, പക്ഷിപിടുത്തക്കാർക്കും മത്സ്യഘാതികർക്കും ഞങ്ങളുടെ നമസ്കാരം, അമ്മുണ്ടാക്കുന്നവർക്കും വില്ലുണ്ടാക്കുന്നവർക്കും ഞങ്ങളുടെ നമസ്കാരം, വേട്ടക്കാർക്കും നായ്ക്കളെ വളർത്തുന്നവർക്കും ഞങ്ങളുടെ നമസ്കാരം. ഇവരൊക്കെ രുദ്രൻ തന്നെ ആയതുകൊണ്ടാണ് ഇവരെ നമസ്കരിക്കുന്നത് എന്നാണ് യജുർവേദം പറയുന്നത്. ഇപ്പോ ഈ ഒരു ജാതി വ്യത്യാസം ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്തെ ജാതി വ്യത്യാസം ഈ പറയുന്ന പ്രരൂപകാലത്ത്, പ്രതീക കാലത്ത് ഉണ്ടായിരുന്നില്ല. ഈ പ്രതീക കാലത്തെയാണ് മഹർഷി അരവിന്ദൻ പിന്നീട് ടൈപ്സ് ആയിട്ട് ഉറക്കും. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ എന്നുള്ള ടൈപ്സുകളായിട്ട് ഉറക്കും. അതിനെയാണ് മഹർഷി അരവിന്ദൻ പ്രരൂപകാലം എന്ന് പറഞ്ഞത്. ആ പ്രരൂപകാലമാണ് പിന്നീട് മാമൂൽ കാലമായിട്ട് അധപ്പതിക്കുന്നത്. അപ്പോ എന്ത് സംഭവിക്കും? ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണൻ, ക്ഷത്രിയന്റെ മകൻ ക്ഷത്രിയൻ, ശൂദ്രന്റെ മകൻ ശൂദ്രൻ. അപ്പോ ജന്മം കൊണ്ട് ഈ പറയുന്ന വർണ്ണം സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥ, അതാണ് മാമൂൽ കാലം. ഗുരുദേവൻ ജീവിച്ചിരുന്നത് മാമൂൽ കാലത്താണ്. ആ മാമൂൽ കാലത്ത് എങ്ങനെയാണ് ഇതിനെ മറികടക്കേണ്ടത്? ഇത് യഥാർത്ഥ പ്രരൂപകാലത്തേക്ക്, അല്ലെങ്കിൽ പ്രതീക കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ, അതാണ് യഥാർത്ഥത്തിൽ ഗുരുദേവന്റെ പ്രവർത്തനം. അതായിരുന്നു ഗുരുദേവൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ജാതി എന്നുള്ളതിനെ ഇപ്പൊ ഞാൻ പറയുന്നത് ഗുരുദേവൻ മാത്രമല്ല ജാതിക്കെതിരായി പ്രവർത്തിച്ചത്. ഗുരുദേവൻ അത് സാമൂഹ്യ തലത്തിൽ, പ്രായോഗിക തലത്തിൽ ജാതി എന്നുള്ളതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിൽ, ശങ്കരൻ എന്താ പറഞ്ഞത്? മനീഷാ പഞ്ചകത്തില് ശങ്കരൻ നിർവാണ ശതകത്തിൽ എന്ത് പറഞ്ഞു? മനീഷാ പഞ്ചകത്തിൽ ശങ്കരൻ പറയുകയാണ്, ചണ്ടാലോസ്തു ദ്വിജോസ്തു ഗുരു രിത്യേഷ മനീഷാ മമ. ചണ്ടാലനാകട്ടെ അല്ലെങ്കിൽ ബ്രാഹ്മണനാകട്ടെ, അറിവുള്ളവൻ, ജ്ഞാനിയായിട്ടുള്ളവൻ അവനെ ഗുരുവായിട്ട് സ്വീകരിക്കണം, അവൻ ഗുരുവാണെന്നാണ്. എന്ന് മാത്രമല്ല, നിർവാണ ശതകത്തിൽ ശങ്കരൻ പറയുകയാണ്, നമേ ജാതിഭേദ നമേ മൃത്യു നമേ ജാതിഭേദ. എനിക്ക് മൃത്യുവില്ല, എനിക്ക് പുണ്യങ്ങളില്ല, എനിക്ക് സുഖദുഃഖങ്ങളില്ല, എനിക്ക് ജാതിഭേദമില്ല, എനിക്ക് അങ്ങനെ, ഞാൻ ബോധസ്വരൂപനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, പരമാത്മ ചൈതന്യമാണ്. എനിക്ക് എന്ത് ജാതി, എനിക്ക് എന്ത് ജന്മ പുണ്യങ്ങൾ, എനിക്ക് എന്ത് ലോഭം, എന്ത് മതമാത്സര്യം, ഇതൊന്നും തന്നെ എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഗുരുദേവന് മുൻപ് ശങ്കരൻ ഇത് പറഞ്ഞു. പക്ഷെ ശങ്കരൻ താത്വികമായ അടിസ്ഥാനത്തിൽ, താത്വിക ദർശനം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് പറഞ്ഞതെങ്കിൽ, ഗുരുദേവൻ അത് പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിച്ച് കാണിച്ചു എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എളുപ്പത്തിൽ, വളരെ പെട്ടെന്ന് ഗുരുദേവന് തന്റെ ചിന്താഗതിയിൽ എത്തിക്കാൻ കഴിയും. അപ്പോ നമ്മുടെ മഹാന്മാരായിട്ടുള്ള ആചാര്യന്മാർ, അത് ശങ്കരനാകട്ടെ, സ്വാമി വിവേകാനന്ദൻ ജാതിയെ കുറിച്ച് എന്താ പറഞ്ഞത്? രാമകൃഷ്ണ പരമഹംസൻ എങ്ങനെയാണ് ജീവിച്ചത്? അപ്പൊ നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ, അദ്വൈത ആചാര്യന്മാർ ജാതി, മതം, ഈ പറയുന്ന വ്യത്യാസങ്ങൾ ഇതിനൊന്നും അംഗീകരിച്ചിരുന്നില്ല. കാരണം അവര് പരമാത്മ സ്വരൂപത്തിനെ, ആത്മസ്വരൂപത്തിനെ, ആത്മചൈതന്യത്തിനെ കണ്ടറിഞ്ഞവരാണ്, തൊട്ടറിഞ്ഞവരാണ്, അനുഭവിച്ചറിഞ്ഞവരാണ്. അവർക്ക് പിന്നെ എന്ത് വ്യത്യാസം? അപ്പൊ ആ ആത്മസ്വരൂപത്തെ തിരിച്ചറിയാൻ സനാതന ധർമ്മത്തിലൂടെ അല്ലാതെ എങ്ങനെയാണ് സാധിക്കുക? സനാതന ധർമ്മമാണ് അതിന്റെ വഴി. സനാതന ധർമ്മത്തിലൂടെയാണ് ഈ സാക്ഷാത്കാരം അവർ നേടിയത്. സനാതന ധർമ്മത്തിലൂടെയാണ് അവർ സത്യത്തെ കണ്ടെത്തിയത്. സനാതന ധർമ്മമാണ് അവർക്ക് ഈ സാക്ഷാത്കാരത്തിന് സാധ്യമാക്കിയത്. അതുകൊണ്ട് സനാതന ധർമ്മം ഇല്ലെങ്കിൽ ഇവർക്ക് ഇതൊന്നും സാധ്യമല്ല. സനാതന ധർമ്മത്തിലൂടെ ഇത് സാധ്യമാകും. ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഞാനിത് പറയുന്നത് പിണറായി വിജയന് വേണ്ടിയല്ല, ഞാനിത് പറയുന്നത് ഈ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. നമ്മളെ ഒരുപാട് നരേറ്റീവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ജാതിയുടെ പേരിൽ ഹിന്ദു സമൂഹത്തെ വിഭജിക്കാൻ പിണറായി വിജയൻ എന്തുകൊണ്ടാണ്? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ സേനാപതി വേണുവിന് അത് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ വേണുവിനും ഇഷ്ടപ്പെടില്ല, പിണറായി വിജയനും ഇഷ്ടപ്പെടില്ല. കാരണം വളരെ കൃത്യമായി ഒരു ഗ്രന്ഥത്തിൽ അവിശ്വാസികളോട് എങ്ങനെ പെരുമാറണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വിഗ്രഹാരാധകരോട് എങ്ങനെ പെരുമാറണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അയൽവക്കത്ത് ക്രിസ്ത്യാനിയെയും യഹൂദനെയും നിങ്ങൾ മിത്രങ്ങളാക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ ഞാൻ ഏത് ഗ്രന്ഥമാണെന്ന് പറയുന്നില്ല. ഈ ചർച്ച ആ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നിങ്ങൾക്കറിയാലോ ഏത് ഗ്രന്ഥത്തിലാണെന്ന്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയനോ വേണ്ട ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കോ പറയാൻ ധൈര്യമുണ്ടോ? പറയുമോ? ഈ ജാതിപരമായ വ്യത്യാസം ഇസ്ലാമിനകത്തില്ലേ? ഷിയയും സുന്നിയും തമ്മിലുള്ള സംഘർഷം ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? എത്ര ആയിരം ജനങ്ങളുടെ ചോരയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ചൂണ്ടിക്കാണിക്കാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാവുമോ അതിനെ സംബന്ധിച്ച് പറയാൻ? ക്രൈസ്തവർക്കിടയിലല്ലേ ഞാൻ ചോദിക്കുന്നത്? ഇസ്ലാമിനകത്ത് തങ്ങൾ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ പറയുന്ന സാധാരണ മുസ്ലിം വീട്ടിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ? പെണ്ണ് കൊടുക്കുമോ? പെൺകുട്ടിയെ കൊടുക്കുവോ? ഇസ്ലാമിന് പെണ്ണ് കൊടുക്കുവോ? അപ്പൊ ജാതിപര വ്യത്യാസം. അതുകൊണ്ടാണ് മണ്ഡൽ കമ്മീഷൻ ഇസ്ലാമിനകത്ത് മുസ്ലിങ്ങളിനകത്ത് ജാതിയുണ്ട്, ജാതി വ്യത്യാസമുണ്ട്, അവിടെ ജാതിയുടെ പേരിലുള്ള വിവേചനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡൽ കമ്മീഷൻ പിന്നോക്ക സംവരണം അവർക്ക് കൊടുക്കാൻ നിഷ്കർഷിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. മുസ്ലിം സമുദായത്തിലെ ജാതി വ്യവസ്ഥ കണ്ടെത്തിക്കൊണ്ടാണ്. അപ്പൊ മുസ്ലിം സമുദായത്തിലെ ജാതി വ്യവസ്ഥയും അതിന്റെ പേരിലുള്ള അസ്വസ്ഥതകളും വിവേചനങ്ങളും ചൂണ്ടിക്കാണിക്കാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ? ക്രൈസ്തവരുടെ ഇടയിൽ പരസ്പരം ജാതീയമായ എന്ന് പറയുന്നില്ല, മറിച്ച് വിവേചനങ്ങളില്ലേ? യാക്കോബായ, മലങ്കര, ലാറ്റിൻ കത്തോലിക്ക, സുറിയാനി. ലത്തീൻ കത്തോലിക്ക സമുദായവും സുറിയാനി ക്രൈസ്തവരും തമ്മിൽ ഒരേ രീതിയിലാണോ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്? പരസ്പരം സെമിത്തേരിയിൽ ഇടം കൊടുക്കുമോ? ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ? ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറുണ്ടോ? അപ്പോ ഹിന്ദു സമൂഹം ഒരു സോഫ്റ്റ് ടാർഗറ്റാണ്, വഴിയിൽ കെട്ടിയ ചെണ്ടയാണ്. ആർക്കും കയറി തല്ലാം, ആർക്കും എന്തും പറയാം. ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു പ്രസംഗം നടത്തിയത്. അത് നേരത്തെ ഇവിടെ ശ്രീജിത്ത് പറഞ്ഞ പോലെ അത് വോട്ട് ബാങ്കല്ല. ഹിന്ദുക്കളെ എങ്ങനെ വേണമെങ്കിലും എന്തും പറയാം. അത് തമിഴ്നാട്ടില് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു ഡെങ്കിയാണ്, കൊറോണയാണെന്ന്. ഇവിടെ പിണറായി വിജയൻ പറയുന്നു. അത്രയുള്ള വ്യത്യാസം. കാരണം ഇത് ഒരു കാര്യം കൂടി അനിൽ നമ്പ്യാര്, ഇവരൊക്കെ പറയാറ് ഞങ്ങൾ RSSന്റെ ഹിന്ദുത്വത്തെയാണ് എതിർക്കുന്നത്. ഞങ്ങള് ഹിന്ദുയിസത്തിന് ഞങ്ങൾ എതിരല്ല, ഹിന്ദുത്വത്തെക്കാണ് എതിര്. ഓരോ തവണയും നമ്മൾ പൊളിച്ചു വരികയല്ലേ. ഇവര് ആത്യന്തികമായി ഹിന്ദു എന്ന് പറയുന്നതിനെതിരാണ്. ഇവര് ഹിന്ദുത്വക്കെതിരാണ്, ഹിന്ദു ധർമ്മത്തിനെതിരാണ്, ഹൈന്ദവതയ്ക്കെതിരാണ്, ഹിന്ദു സംസ്കാരത്തിനെതിരാണ്, ഭാരതത്തിനെതിരാണ്. അതാണ് യഥാർത്ഥ്യം. തീർച്ചയായും. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നതിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ, നടേശൻ സാർ സൂചിപ്പിച്ച പോലെ, നമുക്ക് വളരെയധികം നന്ദിയുണ്ട് പിണറായി വിജയനോട്. ജനങ്ങൾക്ക് കൂടുതൽ, കാരണം പഴയ പോലെയല്ല, ദേശാഭിമാനി വായിക്കുക മാത്രം ചെയ്യുന്ന കാലഘട്ടമല്ല. ഇപ്പൊ പുതിയ കാലഘട്ടത്തില് ഇത്തരം മാധ്യമങ്ങള്, യൂട്യൂബ്, സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങള്, ആ മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. കൂടുതൽ അപഹാസ്യരാവുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല ഈ വിഷയത്തിൽ. ഓക്കെ.